കഴിഞ്ഞ ബജറ്റിൽ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പെട്ടി പൊട്ടിച്ച് ബീഹാർ എന്ന സംസ്ഥാനത്തിന് വാരിക്കോരി നൽകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ കഴിഞ്ഞ ആഴ്ച മോദി എന്ന പ്രധാനമന്ത്രി 13,000 കോടിയുടെ വലിയ പെട്ടിയും തൂക്കി ബീഹാറിലേക്ക് വീണ്ടും എത്തുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും ജനങ്ങളെ തങ്ങളോടൊപ്പം അടുപ്പിച്ചും ചേർത്തും നിർത്താനാവില്ല എന്ന് 1300 കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് വെറും 16 ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അവിടെ നിതീഷ് കുമാർ എന്ന മുഖ്യമന്ത്രി പോലും ഒന്ന് തരിച്ചു നിന്ന് പോകുന്നുണ്ട്. ഇവിടെ രാഹുലിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ ബീഹാറിലെ നരേന്ദ്രമോദി നിതീഷ് കുമാർ ഡബിൾ എഞ്ചിൻ സർക്കാർ നിലം പതിക്കുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെ എത്തുന്നത്. ബീഹാറിലെ പാട്നയിൽ രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്രയുടെ സമാപന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവെയാണ് ഖാർഗെയുടെ പരാമർശം. 6 മാസത്തിനുള്ളിൽ ബീഹാറിലെ ഡബിൾ എഞ്ചിൻ സർക്കാർ അപ്രത്യക്ഷമാവും. ദളിതരുടെയും പാവപ്പെട്ടവരുടെയും പിന്നോക്കക്കാരുടെയും പുതിയ സർക്കാർ ബീഹാറിൽ രൂപീകരിക്കുമെന്നും ഖാർഗെ വ്യക്തമാക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ശക്തി തെളിയിക്കുന്ന വേദിയായി മാറിയ വോട്ടർ അധികാർ യാത്രയുടെ സമാപന വേദിയിലായിരുന്നു BJP സർക്കാരിനും ബീഹാറിലെ NDA സർക്കാരിനുമെതിരെ കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ആഞ്ഞടിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോഷണം പതിവാക്കിയ ആളാണ് എന്നും ഖാർഗെ പറയുന്നുണ്ട്. പണം മോഷ്ടിക്കുന്നത് പോലെയാണ് മോദി വോട്ട് മോഷ്ടിക്കുന്നത്. ബീഹാറിലെ ജനങ്ങളുടെ വോട്ട് മോഷ്ടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ് മോദിയുടെ ശ്രമം. ബാങ്ക് കൊള്ളയടിച്ച് ഓടിപ്പോകുന്നവരുടെ കൂടെയാണ് അദ്ദേഹം ഉള്ളത്. നിങ്ങൾ ജാഗ്രത പാലിക്കണം, അല്ലാത്തപക്ഷം മോദിയും ഷായും നിങ്ങളെ മുക്കിക്കളയും. മഹാത്മാഗാന്ധിയും അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും ഉറപ്പാക്കിയ വോട്ടവകാശം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇന്ന് നാം എല്ലാവരും മോഷ്ടാവിനെതിരായി പോരാടുകയാണ്. നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുന്ന അപകടത്തെ നീക്കം ചെയ്യണം. 10,000 ഒത്തുചേർന്ന റാലിയിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്നത്തെ ജനാധിപത്യത്തിന് ഏറെ വിലപ്പെട്ടതാണ്. 16 ദിവസം നീണ്ടുനിന്ന വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ആവേശം വാനോളം ഉയർത്തിക്കൊണ്ടാണ് ഇന്നത്തോടെ അവസാനിക്കുന്നത്. ഓഗസ്റ്റ് 17 ബീഹാറിലെ സസാറാമിൽ നിന്ന് തുടങ്ങിയ യാത്രയിൽ വൻ ജനപങ്കാളിത്തം ഉണ്ടായതായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. ബീഹാറിലെ 20 ജില്ലകളിലൂടെ 1300 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് യാത്ര പാട്നയിലെത്തുന്നത്. ഇന്ന് രാവിലെ ഗാന്ധി മൈതാനിയിലാണ് BR അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പദയാത്രയോടെയാണ് സമാപന ദിനം ആരംഭിക്കുന്നത്. RJD നേതാവ് തേജസ്വി യാദവ്, CPM ജനറൽ സെക്രട്ടറി MA ബേബി, ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, CPI ജനറൽ സെക്രട്ടറി D രാജ, ശിവസേന ഉദ്ധവ് നേതാവ് സഞ്ജയ് റാവത്ത്, NCP വർക്കിംഗ് പ്രസിഡന്റ് സുപ്രിയ സുലെ, തൃണമൂൽ MP യൂസഫ് പട്ടാൻ എന്നിവരും സമാപന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ഇന്നലെ വരെ രാഹുലിനെ തള്ളിപ്പറഞ്ഞ എല്ലാ ഇന്ത്യ സഖ്യ നേതാക്കളും ഇന്ന് ഒരുമിച്ച് ബീഹാറിന്റെ മണ്ണിൽ കൂടുന്നുണ്ട് എങ്കിൽ അത് മോദിക്കുള്ള കനത്ത താക്കീതാണ്. അടുത്ത തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ, അടുത്ത തവണ EVM ഓരോ വോട്ടും കുത്തുമ്പോൾ അതൊക്കെ ഇന്ത്യ സഖ്യത്തിനുള്ളതായി മാറുമെന്ന ഭയം മോദിയിൽ ജനിപ്പിക്കുകയാണ് ഈ യാത്ര.